ഹലോ എവരിവൺ, വെൽക്കം ടു പൾപിറ്റ്. ഞാൻ ശ്രീകുട്ടൻ. കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളോട് അവർക്ക് വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആണ്. പൾപിറ്റിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇംഗ്ലീഷ് എക്സാമിന്റെ സെക്കൻഡ് ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻസ് ഓൺഗോയിങ് ആണ്. സോ ഏർലി ഡിസ്കൗണ്ട്സിന് വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ്സ് ബുക്ക് ചെയ്യുക. സോ ഇനി ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയ ഈ പരീക്ഷ നമ്മൾ എങ്ങനെ ക്രാക്ക് ചെയ്യും? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കറിയാം, ഏറെ കാലത്തിന് ശേഷമാണ് ഈ ഒരു എക്സാം വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ വളരെ ടഫാണ്. ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ സോ മെനി ഫാക്ടേഴ്സ്. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് നല്ല റാങ്കിലേക്ക് എത്തണമെങ്കിൽ. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് എത്താൻ സാധിക്കുക? എങ്ങനെ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് തയ്യാറെടുക്കണം? അത്തരം കാര്യങ്ങളാണ് ഞാൻ ബ്രീഫായിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. PSC is not testing your knowledge, it is testing your academic maturity. അപ്പൊ ഇത് ആദ്യമേ പിടികിട്ടുക. കാരണം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ച വിദ്യാർത്ഥികൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതുവരെ എഴുതിയിട്ടുള്ള മത്സര പരീക്ഷകളും നോക്കും. നെറ്റ് അല്ലെങ്കിൽ സെറ്റ്, KTET പോലെയുള്ള എക്സാംസ് എന്ന് പറയുന്ന എല്ലാം തന്നെ MCQs ആയിരുന്നു. അതിൽ കൂടുതലും നമ്മുടെ നോളജ് തന്നെയാണ്, കണ്ടന്റിനകത്തുള്ള നമ്മുടെ അറിവ് അല്ലെങ്കിൽ കൂടുതൽ എത്രത്തോളം ഇൻഫോർമേഷൻ നമ്മൾ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ല, അതായിരുന്നു ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ PSC എക്സാം ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ അക്കാഡമിക് മെച്യൂരിറ്റി ആണ്. ഓക്കെ, PSC ടെസ്റ്റ് യുവർ അക്കാഡമിക് മെച്യൂരിറ്റി. അത് എങ്ങനെയെന്നുള്ളത് ഞാൻ പറയാം. സോ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് കേരള PSC പോലെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മൾ ഇതുവരെ പ്രിപ്പയർ ചെയ്ത എക്സാംസിൽ നിന്ന് എന്താണ് ഈ എക്സാമിനുള്ള വ്യത്യാസം എന്നുള്ളത്. അപ്പൊ അതിനാദ്യം നമ്മൾ UGC നെറ്റും കേരള PSC തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. കാരണം ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സാമാണ് നെറ്റ് എക്സാം. അറിയാലോ, ഒരു ഓതറിന്റെ ജനനം തൊട്ട് മരണം വരെ അതിനിടയിൽ നൂറുകണക്കിന് കാര്യങ്ങൾ അയാളുടെ വർക്ക്സുമായി ബന്ധപ്പെട്ട അത്രയും ഇൻസിഗ്നിഫിക്കന്റ് ആയ കാര്യങ്ങൾ പോലും നമ്മൾ നോക്കി മനസ്സിലാക്കാറുണ്ട് നെറ്റിന്റെ പ്രിപ്പറേഷനിൽ. അത്രയും റിഗറസ് ആയ പ്രിപ്പറേഷൻ ആണ് വേണ്ടത്. പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പൊ നെറ്റിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾ JRF ഹോൾഡർ ആവാം, ഇതൊക്കെ ആവാം. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ലെറ്റ്സ് സി നെറ്റിലേക്ക് വരുമ്പോൾ ഇറ്റ് ഇസ് റെക്കഗ്നിഷൻ ബേസ്ഡ്, മറിച്ച് PSC എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രൊഡക്ഷൻ ബേസ്ഡ്. അറിയാലോ, നമ്മളിപ്പോ ഒരു ചോദ്യം കണ്ടിട്ട്, ഒരു MCQ ക്വസ്റ്റ്യൻ ആണല്ലോ, അപ്പൊ ആ ചോദ്യം കണ്ടിട്ട് നമുക്ക് എത്രത്തോളം അത് തിരിച്ചറിയാൻ പറ്റുന്നു എന്നുള്ളതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ UGC നെറ്റ് ഡിസൈഡ് ചെയ്യുന്നത്, UGC നെറ്റ് പരിശോധിക്കുന്നത്. PSC പരീക്ഷയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് എത്രത്തോളം മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് MCQ പ്രിസിഷൻ ആണ് UGC നെറ്റിൽ പരിശോധിക്കുന്നതെങ്കിൽ ആർഗ്യുമെന്റ് കൺസ്ട്രക്ഷൻ ആണ് PSCയിൽ വരുന്നത്. കാരണം ഒരു ചോദ്യം, അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം, അതിനകത്ത് ആർഗ്യുമെന്റ് ഇടണം, നല്ലപോലെ കൺക്ലൂഡ് ചെയ്യണം. ഈ ഒരു സ്കിൽ ഉണ്ടോ എന്നുള്ളതാണ് PSC ടെസ്റ്റ് ചെയ്യുന്നത്. കവറേജ് ഓറിയന്റഡ് ആണ് UGC നെറ്റ്, ഡെപ്ത് ഓറിയന്റഡ് ആണ് കേരള PSC. അതായത് ഒരു വർക്ക് നിങ്ങൾ എത്രത്തോളം ഡെപ്തിൽ പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. UGC നെറ്റിലേക്ക് വരുമ്പോൾ തിയറി റീകോൾ ആണെങ്കിൽ PSCയിലേക്ക് വരുമ്പോൾ തിയറി ആപ്ലിക്കേഷൻ ആണ്. ഇപ്പോൾ UGC നെറ്റിൽ നമ്മൾ ആലോചിച്ച് ഒരു തിയറി പഠിക്കുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്ട്രക്ചറലിസം പഠിക്കുന്നു, അതിന്റെ എന്താണ് അതിന് സംഭവം എന്ന് പഠിക്കുന്നു, പ്രധാനപ്പെട്ട ടെക്സ്റ്റുകൾ, പ്രധാനപ്പെട്ട വർക്കുകൾ അത്രയും പഠിക്കുന്നു. മറിച്ച് PSCയിലേക്ക് വരുമ്പോൾ ആ തിയറി നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ പഠിച്ചിട്ടുണ്ട്, അത് എത്രത്തോളം നിങ്ങൾക്ക് ഒരു വർക്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇതാണ് ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ നെറ്റ് ആൻഡ് PSC. ഇനി കേരള PSC പരീക്ഷ, ഈ ഒരു എക്സാം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? സ്ട്രക്ചേർഡ് ആർഗ്യുമെന്റ്. നിങ്ങൾ ഒരു പരീക്ഷ എഴുതുമ്പോൾ, അതായത് ഒരു ആൻസർ എഴുതുമ്പോൾ, അതൊരു പാരഗ്രാഫ് ക്വസ്റ്റൻ ആയിക്കോട്ടെ, essay ക്വസ്റ്റൻ ആയിരിക്കും, നിങ്ങളുടെ ആർഗ്യുമെന്റ് സ്ട്രക്ചേർഡ് ആയിരിക്കണം, നിങ്ങളുടെ കോൺസെപ്റ്റ്, നിങ്ങൾ പറയുന്ന കാര്യത്തിന് വ്യക്തത ഉണ്ടായിരിക്കണം, ഹിസ്റ്റോറിക്കൽ അവയർനെസ് ഉണ്ടായിരിക്കണം, ക്രിട്ടിക്കൽ പൊസിഷനിങ് ഉണ്ടാവണം, അക്കാഡമിക് ടോൺ, ഇത് വളരെ നിർബന്ധമാണ് കേട്ടോ, അക്കാഡമിക് ടോൺ ഉണ്ടാവണം, കൊഹറന്റ് പ്രോഗ്രഷൻ, അതായത് ഒരു ലോജിക്കൽ പ്രോഗ്രഷൻ നിങ്ങളുടെ ആൻസേഴ്സിന് ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമാണ്. പക്ഷെ ഇതിപ്പോ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും പോലല്ല, ഇത് വരുത്തിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പണിയാണ്. അതെങ്ങനെയാന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. സോ ദിസ് ഇസ് നോട്ട് അബൌട്ട് എ യൂണിവേഴ്സിറ്റി ആൻസർ ഷീറ്റ്. ഇതൊരു യൂണിവേഴ്സിറ്റി ആൻസർ ഷീറ്റ് അല്ല നമ്മൾ ഈ എഴുതാൻ പോകുന്ന എക്സാം. ദിസ് ഇസ് എ മിനി റിസർച്ച് എസ്സേ അണ്ടർ ടൈം പ്രഷർ. അപ്പൊ നമ്മളൊരു PSC എക്സാമിന് പോയി ഈ ഒരു പരീക്ഷ എഴുതുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു യൂണിവേഴ്സിറ്റി എക്സാം അല്ല എഴുതാൻ പോകുന്നത്, ഒരു മിനി റിസർച്ച് എസ്സേ ആണ് നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതെന്നുള്ള വ്യക്തമായ ബോധം നമുക്കുണ്ടാവണം. സോ അനാറ്റമി ഓഫ് എ ഹൈ സ്കോറിംഗ് ഡിസ്ക്രിപ്റ്റീവ്
ആൻസർ. അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടോ. ഇനി പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ഒരു എസ്സേ പോലുള്ള കാര്യങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു അനാട്ടമി എങ്ങനെയാണ്, നല്ല മാർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു എസ്സേ നമ്മൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ ചില ടിപ്സുകൾ പറഞ്ഞുതരാം. ദ 4 ലെയർ സ്ട്രക്ചർ ഫോർമുല, ഇത് നിങ്ങൾ ഓർത്തു വെക്കുക. 4 ലെയർ സ്ട്രക്ചർ ഫോർമുല. അതായത് എവരി എസ്ഐ ക്വസ്റ്റ്യൻ ആൻസർ മസ്റ്റ് ഹാവ്. ഓരോന്നിനും ഓരോ രീതിയാണ് കേട്ടോ. എസ്ഐക്ക് ഒരു രീതിയും പാരഗ്രാഫ് ക്വസ്റ്റിന് വേറൊരു രീതിയാണ്. അപ്പൊ ഇവിടെ ഞാൻ ബേസിക്കലി എസ്ഐയെ കുറിച്ചാണ് പറയുന്നത്. ലെയർ 1 എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കുന്നു, അതിന്റെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് കോൺസെപ്ച്വൽ ഫ്രെയിമിംഗ്. അതായത് ചുരുക്കം പറഞ്ഞാൽ അതിന്റെ ഇൻട്രോ, ഒരു എസ്സേയുടെ ഇൻട്രോ, ഒരു എന്താ പറയുക, അതൊരു 10%, ഒരു ഉത്തരത്തിന്റെ 10% എന്ന് പറയുന്നത് അതിന്റെ ഇൻട്രോ ആയിരിക്കണം. ഒരു എസ്സേ എഴുതുന്നത് അതിന്റെ മൊത്തം ലെങ്ത്തിന്റെ 10% ഷുഡ് ബി ഇൻട്രോ. അതായത് എന്താണോ ചോദ്യം ആ കോർ കോൺസെപ്റ്റ് നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യണം, ആ കോർ കോൺസെപ്റ്റ് അവിടെ അവതരിപ്പിക്കണം. പ്രൊവൈഡ് ഹിസ്റ്റോറിക്കൽ ആൻഡ് ഇന്റലക്ച്വൽ കോണ്ടെക്സ്റ്റ്, അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്മൾ അവിടെ പറയണം. സിറ്റുവേറ്റ് ദ ഡിബേറ്റ്, അപ്പൊ നിങ്ങളുടെ ആർഗ്യുമെന്റ് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യണം. അതായത് ഇൻട്രോയുടെ അവസാനം എത്തുമ്പോൾ നിങ്ങൾ ആർഗ്യുമെന്റ് പ്ലേസ് ചെയ്യണം. ഇതാണ് ലെയർ നമ്പർ 1, കൺസെപ്ച്വൽ ഫ്രെയിമിംഗ്. ആ കൺസെപ്റ്റ്, അതായത് എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിൽ നിങ്ങൾ ആർഗ്യുമെന്റ് കൊണ്ടുവന്ന് നിങ്ങൾക്ക് സിറ്റുവേറ്റ് ചെയ്യാൻ പറ്റണം. ഇതാണ് ഒന്നാമത്തെ സ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഓർത്ത് വെക്കണം, നിങ്ങളുടെ മൊത്തം ഉത്തരത്തിന് 10% ഇൻട്രോയ്ക്ക് കൊടുക്കണം. എക്സാമ്പിൾ, ഇഫ് ദ ക്വസ്റ്റ്യൻ ഇസ് ഓൺ പോസ്റ്റ് മോഡേണിസം, പോസ്റ്റ് മോഡേണിസത്തെ കുറിച്ചാണ് ചോദ്യമെങ്കിൽ, പോസ്റ്റ് മോഡേണിസം എന്താണ് ചോദ്യമെങ്കിൽ ആ ഇൻട്രൊഡക്ഷൻ പോസ്റ്റ് മോഡേണിസം പറയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ലിയോട്ടാർഡിന്റെ ഇൻക്രെഡിബിലിറ്റി ടുവേർഡ്സ് മെറ്റാ നറേറ്റീവ്സ് അത് ഉറപ്പായിട്ടും പ്രതിപാദിച്ചിരിക്കണം. ജെയിംസന്റെ ലേറ്റ് ക്യാപിറ്റലിസം, ഹച്ചിയന്റെ ഹിസ്റ്റോറിയോഗ്രാഫിക് മെറ്റാഫിക്ഷൻ, ഇതെല്ലാം പറയണം വിത്തൗട്ട് ഓവർലോഡിങ് ബട്ട് സിഗ്നലിംഗ് സ്കോളർഷിപ്പ്. അതായത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് ഓവർലോഡ് ചെയ്യാതെ നിങ്ങൾക്കതിൽ വ്യക്തമായ ധാരണ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ അതൊന്ന് കോണ്ടെക്സ്ച്വലൈസ് ചെയ്യണമെന്നാണ് ഉദ്ദേശം. ആ കോർ കോൺസെപ്റ്റ് കോണ്ടെക്സ്ച്വലൈസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ആർഗ്യുമെന്റ് കൊണ്ടുവെക്കണം. ഇതാണ് ഒന്നാമത്തെ ലെയർ, ആ കോൺസെപ്റ്റ് ഫ്രെയിമിംഗ് എന്ന് പറയും. ഇനി ലെയർ 2, തിയററ്റിക്കൽ കോർ. അതായത് നിങ്ങൾ ഇൻട്രോ പറഞ്ഞല്ലോ, നിങ്ങളുടെ മൊത്തം ഉത്തരത്തിന്റെ അടുത്ത 30% ഇതാണ് തിയററ്റിക്കൽ കോർ. കാരണം ഇവിടെ മാർക്ക് വീഴുന്ന ഒരു പരിപാടിയാണ്. പ്രസന്റ് കോമ്പീറ്റിംഗ് പൊസിഷൻസ്, ഷോ അവയർനെസ് ഓഫ് ഡിബേറ്റ്സ്, നോട്ട് വൺ ഡൈമെൻഷണൽ എക്സ്പ്ലനേഷൻ. ഇതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിന്റ്. എല്ലാവരും പരീക്ഷ എഴുതുമ്പോൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്, ഉത്തരങ്ങൾ എപ്പോഴും വൺ സൈഡഡ് ആണ്. വൺ ഡൈമെൻഷണൽ എക്സ്പ്ലനേഷൻ മാത്രമാണ് നിങ്ങൾ എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ, നേരത്തെ പറഞ്ഞ പോസ്റ്റ് മോഡേണിസത്തെ കുറിച്ച് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, പോസ്റ്റ് മോഡേണിസത്തെ കുറിച്ച് അറിയാമല്ലോ, മൾട്ടി ഡൈമെൻഷണൽ ആയിട്ടുള്ള വ്യൂ പോയിന്റ്സ് നമുക്ക് ലഭ്യമാണ്. പക്ഷെ നമ്മൾ എപ്പോഴും വൺ ഡൈമെൻഷണൽ എക്സ്പ്ലനേഷൻ മാത്രം എഴുതിയാണ് നമുക്ക് ശീലം. കോളേജുകളിൽ നിന്നും അങ്ങനെ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ക്വസ്റ്റ്യൻ ഫെമിനിസം ഇൻ ഇന്ത്യൻ റൈറ്റിംഗ് ആണ് ചോദ്യമെങ്കിൽ, അപ്പോൾ ഈ രണ്ടാമത്തെ ലെയർ ഓർത്ത് നോക്കുക, തിയറട്ടിക്കൽ കോർ ആണ് നമ്മുടെ ഉത്തരത്തിന്റെ അടുത്ത 30% എന്ന് പറയുന്നത്. തിയറട്ടിക്കൽ കോർ, ഫോർ എക്സാമ്പിൾ, ഫെമിനിസം ഇൻ ഇന്ത്യൻ റൈറ്റിംഗ് ആണ് വിഷയമെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ടും ലിബറൽ ഫെമിനിസം, റാഡിക്കൽ ഫെമിനിസം, ദളിത് ഫെമിനിസം, പോസ്റ്റ് കോളോണിയൽ ഫെമിനിസം, ഇതിനെല്ലാത്തിനെയും കുറിച്ച് പറഞ്ഞിരിക്കണം. കാരണം ഇന്ത്യൻ റൈറ്റിംഗിലെ ഫെമിനിസത്തെ കുറിച്ചാണെങ്കിൽ ഉറപ്പായിട്ടും ലിബറൽ ഫെമിനിസം, കാരണം അറിയാലോ അതിന്റെ വെസ്റ്റേൺ കൗണ്ടർ പാർട്ടിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഇന്ത്യൻ ഫെമിനിസത്തിനുണ്ട്. ദളിത് ഫെമിനിസം എല്ലാം അതിലെല്ലാം എൻഗേജ് ചെയ്യണം. ആൻഡ് ഷോ ഇന്റലക്ച്വൽ ലെയറിംഗ്. മനസ്സിലല്ലോ? അപ്പൊ നമ്മൾ ആർഗ്യുമെന്റ് ഇട്ട് അതായത് നമ്മൾ അതിന്റെ തിയറട്ടിക്കൽ കോറിലേക്ക് വരുമ്പോൾ, ഫെമിനിസം എന്ന് പറയുന്ന തിയറി നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങളിൽ എൻഗേജ് ചെയ്തിരിക്കണം. ഓക്കെ, ലെയർ 3, ഈ ലെയറിനെ കുറിച്ചാണ് ഞാൻ ഇത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ നോക്കുന്നത്. കാരണം അടുത്തൊരു 40%, ഇത് ഇത്തിരി എന്താ പറയുക, ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള നല്ല ശതമാനം മാർക്ക് വീഴുന്ന ഒരു പരിപാടിയാണ് തേർഡ് ലെയർ. ടെക്സ്ച്വൽ അല്ലെങ്കിൽ അപ്ലൈഡ് ഡൈമെൻഷൻ. അതായത് നമുക്ക് ആർഗ്യുമെന്റ് അറിയാം, തിയറി അറിയാം, പക്ഷെ അത് എങ്ങനെ വർക്കിൽ അപ്ലൈ ചെയ്യണമെന്ന് നമുക്കറിയില്ല. കേട്ടോളൂ. PSC ലവ്സ് ആപ്ലിക്കേഷൻ. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഒരു തിയറി അറിയാമോ എന്നുള്ളതല്ല, അത് നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. PSC ഡസ് നോട്ട് റിവാർഡ് തിയറട്ടിക്കൽ എക്സ്പ്ലനേഷൻ അല്ലോ. നിങ്ങൾക്ക് ഒരു എക്സ്പ്ലനേഷൻ, നിങ്ങൾ തിയറിയെ കുറിച്ച് വ്യക്തമായി എഴുതി എന്ന് കരുതി നിങ്ങൾക്ക് മാർക്ക് തരില്ല. ഇറ്റ് റിവാർഡ്സ് യുവർ അബിലിറ്റി ടു ഡെമോൺസ്ട്രേറ്റ് ദ തിയറി ഇൻസ് വർക്കിംഗ് ഇൻസൈഡ് ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റിനകത്ത് എങ്ങനെ ആ തിയറി വർക്ക് ചെയ്യുന്നു അത് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം നമുക്ക് അറിയാലോ, ആ കോൺസെപ്റ്റ് എങ്ങനെ നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുന്നു, പിന്നെ തിയറട്ടിക്കൽ സൈഡ് നിങ്ങൾ എങ്ങനെ സ്ട്രോങ് ആക്കുന്നു, 3 അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. യു മസ്റ്റ് മൂവ് ഫ്രം. അപ്പൊ ഇനി ഒരു ചോദ്യം വരുമ്പോൾ, വീണ്ടും ഫെമിനിസത്തെ കുറിച്ചാണ് ചോദ്യമെങ്കിൽ, വാട്ട് ഇസ് ദ തിയറിയിൽ നിന്ന് മാറി ഹൗ ഇസ് ദിസ് തിയറി ഇലുമിനേറ്റഡ് ഇൻ ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിൽ എങ്ങനെയാണ് ഈ തിയറി വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കാണിച്ചു കൊടുക്കണം.
അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ഓക്കെ, ഉദാഹരണത്തിൽ തന്നെ പറയാം. ഇഫ് ഇറ്റ് ഇസ് എ തിയറി ക്വസ്റ്റ്യൻ, ഫോർ എക്സാമ്പിൾ തിയറി ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ പോസ്റ്റ് കൊളോണിയൽ തിയറി, ഇതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഞാൻ തരാം വെറുതെ. പോസ്റ്റ് കൊളോണിയൽ തിയറി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് കാൻഡിഡേറ്റ്സ് ചെയ്തത് എന്താണ്, കൊളോണിയൽ ഡിസ്കോഴ്സ് എന്താണെന്ന് പറയും, ഡിഫൈൻ ചെയ്ത് വെക്കും. ഓക്കെ, ഹൈബ്രിഡിറ്റിയെ കുറിച്ച് സംസാരിക്കും. ഓക്കെ, സബാൾട്ടേൺ എന്താന്ന് പറയും, തിയറിസ്റ്റുകളെ കുറിച്ച് പറയും. പക്ഷേ ഇത്രയും നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലെയർ 1 ഉം 2 ആവുന്നതേ ഉള്ളൂ. മെയിൻലി ഈ സാധനത്തിലേക്ക് വന്നിട്ടില്ല, അപ്ലൈഡ് ഡൈമെൻഷൻ വന്നിട്ടില്ല. പോസ്റ്റ് കൊളോണിയൽ തിയറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ്. പോസ്റ്റ് കൊളോണിയൽ ഡിസ്കോഴ്സ് എന്താണെന്ന് എഴുതി നോക്കുക, ഹൈബ്രിഡിറ്റി, സബാൾട്ടേൺ. അപ്പൊ മനസ്സിലാക്കണം ഇതെല്ലാം ബേസ് ലെവൽ ആവുന്നതേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് ലെയർ 3 ബിഗിൻസ് വെൻ യു ആസ്ക്. നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിച്ചാണ് ലെവൽ 3ലേക്ക് കടക്കേണ്ടത്. വേർ ഡു വി സീ ദിസ് ഇൻ ലിറ്ററേച്ചർ? നമ്മൾ പറയുന്ന ഈ ഒരു സംഭവം പോസ്റ്റ് കൊളോണിയൽ തിയറി ലിറ്ററേച്ചറിൽ എവിടെ കാണാം? ഹൗ ടു അപ്ലൈ തിയറി ടു ഇന്ത്യൻ റൈറ്റിംഗ്. ഇനി ഇന്ത്യൻ റൈറ്റിംഗിലേക്ക് വരുമ്പോൾ, ഇപ്പൊ പോസ്റ്റ് കൊളോണിയലിസത്തെ കുറിച്ചാണല്ലോ ചോദിച്ചിരിക്കുന്നത്, ഇന്ത്യൻ റൈറ്റിംഗ് വരുമ്പോൾ അത് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് ഞാൻ പറയാം. സപ്പോസ് യു ഡിസ്കസ്, നമ്മൾ എഡ്വേർഡ് സൈഡ് ഓറിയന്റാലിസം ഇത് ഡിസ്കസ് ചെയ്ത് നമ്മൾ ഇവിടെ നിർത്തരുത്, ഒരിക്കലും ഇവിടെ നിർത്തരുത്. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ഇറ്റ് ഇൻ എ പാസേജ് ടു ഇന്ത്യ. കൊളോണിയൽ ഡിസ്കോഴ്സ് കൺസ്ട്രക്ട്സ് ഇന്ത്യ ആസ് മിസ്റ്റീരിയസ് ആൻഡ് കയോട്ടിക്. ഇങ്ങനെ അപ്ലൈ ചെയ്യണം. നമ്മുടെ 3 ടെക്സ്റ്റുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പാസേജ് ടു ഇന്ത്യ, മിഡ് നൈറ്റ് ചിൽഡ്രൻ, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ഈ 3 വെറുതെ 3 വർക്ക് ഞാൻ എടുത്ത് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. പാസേജ് ടു ഇന്ത്യയിൽ കൊളോണിയൽ ഡിസ്കോഴ്സ് ഇന്ത്യയെ മിസ്റ്റീരിയസ് ആയിട്ടും കയോട്ടിക് ആയിട്ടും കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാന്നുള്ളത് വേണം നിങ്ങൾക്ക് പറയാം. മിഡ് നൈറ്റ് ചിൽഡ്രനിൽ നേഷൻ തന്നെ ഒരു കോൺട്രസ്റ്റഡ് നറേറ്റീവ് സ്പേസ് ആയി മാറുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് സംസാരിക്കാം. ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ കാസ്റ്റും കൊളോണിയൽ റെസിഡിയും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വേണമെങ്കിൽ സംസാരിക്കാം. നൗ തിയറി ഈസ് അലൈവ്. ഇതാണ് അപ്ലൈഡ് ലെയർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? തിയറി ക്വസ്റ്റ്യൻ ആണെങ്കിലും ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെങ്കിലും 2 അപ്രോച്ചാണ്. ഈ അപ്രോച്ചാണ് നിങ്ങൾ അധികം മാറ്റേണ്ടത്. ഓക്കെ, അപ്പോ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ തിയറിയുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ ലെയർ 1 ലെയർ 2 ഒതുങ്ങി നിൽക്കാതെ അത് അപ്ലൈ ചെയ്യാൻ പഠിക്കുക. നിങ്ങൾ പ്രധാനപ്പെട്ട ടെക്സ്റ്റുകളിൽ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. എന്നിട്ട് ഫോർ അപ്ലൈ ടു കോണ്ടംപററി ക്രിറ്റിസിസം, ഫോർ എക്സാമ്പിൾ ഇഫ് യു ഡിസ്കസ് ഫൂക്കോസ് പാർ നോളജ്, ഫൂക്കോയുടെ പാർ നോളജ് ആണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ഷോ ഹൗ മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്കൂളിൽ പ്രസന്റ് ലോ, ഇതിലൊക്കെ എങ്ങനെയാണ് ലിറ്ററേച്ചറിൽ വരുന്നത് നോക്കുക. ഹൗ ഇറ്റ് കണക്ട് ടു സർവൈലൻസ്, ഡിസ്റ്റോപ്പിയൻ ഫിക്ഷനിൽ സർവൈലൻസ് എങ്ങനെയാണ് ഇത് ലിങ്ക് ചെയ്യുന്നത് നോക്കുക. ലിങ്ക് ടു നിയോ ലിബറൽ ഗവേണൻസ് ഡിബേറ്റ്സ്. കുറച്ച് എന്താ പറയുക അഡ്വാൻസ്ഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ അത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, സോ ഇതൊക്കെയാണ് ദിസ് ഇസ് ഹൗ യുവർ ആൻസർ ബിക്കംസ്. ഇങ്ങനെയാണ് നിങ്ങളുടെ ഉത്തരം വരേണ്ടത്. ശരിക്കും പറഞ്ഞ് കോണ്ടംപററി ക്രിറ്റിസിസത്തെ കുറിച്ചാണ്. ഇപ്പൊ ഫൂക്കോയുടെ പാർ നോളജ് ആണെങ്കിൽ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പാർ നോളജ് എന്താണെന്ന് പറയുന്നതിലുപരി ഇത്തരം കാര്യങ്ങളിലൂടെ ഒന്ന് ഇറങ്ങി വരിക. മറ്റൊരു ഉദാഹരണം, ഫോർ എക്സാമ്പിൾ നിങ്ങൾ മാർക്സിസം ആണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ മാർക്സിസം എന്താണെന്നോ അതിന്റെ എക്സ്പോണൻസ് ആണെന്ന് പറയുന്നതിലുപരി ലിറ്ററേച്ചറിന് എക്കണോമിക്സുമായിട്ട് ഒന്ന് ലിങ്ക് ചെയ്യാൻ നോക്കുക. ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം എന്താന്ന് പറയാ, ഹൗ ക്ലാസ് അപ്പിയേഴ്സ്, വിക്ടോറിയൻ നോവൽസിൽ എങ്ങനെയാണ് ക്ലാസ് വരുന്നതെന്ന് വേണമെങ്കിൽ ഒന്ന് പറയുക. ഇനി ഫെമിനിസത്തിലാണ് വരുന്നതെങ്കിൽ കണക്ട് ലിറ്ററേച്ചർ വിത്ത് ലോ, സോഷ്യോളജി, ബോഡി പൊളിറ്റിക്സ്, ഇതൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ എങ്ങനെ നിങ്ങൾ അത് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് മാർക്കുകൾ വീഴുന്നത്. സോ ആൻഡ് PSC ലവ്സ് ദിസ് ബിക്കോസ് ഇറ്റ് ഷോ. സോ കണക്ട് ലിറ്ററേച്ചർ വിത്ത് ലോ, സോഷ്യോളജി, ബോഡി പൊളിറ്റിക്സ്. അപ്പൊ ശ്രദ്ധിക്കുക, ഫെമിനിസത്തെ കുറിച്ചാണ് എഴുതുന്നതെങ്കിൽ ഫെമിനിസം എന്താണെന്നും പ്രധാനപ്പെട്ട വ്യക്തികൾ എന്നതിൽ നിൽക്കാതെ അതിനപ്പുറത്തേക്ക് ഈ ഫെമിനിസ്റ്റ് ലിറ്ററേച്ചറിനെ നിയമം, സോഷ്യോളജി, ബോഡി പൊളിറ്റിക്സ് ഒക്കെ ആയിട്ട് ഒന്നും കൂടെ കണക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ നന്നായിരിക്കും. പാർട്ട് 2. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ, സപ്പോസ് ദ ക്വസ്റ്റ്യൻ ഇസ് ഡിസ്കസ്ഡ് മോഡേൺ സ്റ്റൈലിനേഷൻ ഇൻ TS എലിയറ്റിന്റെ കവിതകളിലെ മോഡേൺ സ്റ്റൈലിനേഷനെ കുറിച്ച് പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് കാൻഡിഡേറ്റ്സ് എല്ലാവരും ചെയ്യുന്ന എന്താണ്, മെയിൻലി ചെയ്യുന്നത് സമ്മറൈസ് ദ ബുക്ക്. ഈ കവിത എങ്ങനെ സമ്മറൈസ് ചെയ്ത് വെക്കും? ദാറ്റ് ഇസ് ഡെത്ത്. ശ്രദ്ധിക്കുക, ദാറ്റ് ഇസ് ഡെത്ത് ഇൻ എ PSC എക്സാം. ഒരു PSC എക്സാമിലേക്ക് വരുമ്പോൾ തീർന്നു. അതിന് നിങ്ങൾ എഴുതുന്ന സമയത്തിനോ കാര്യത്തിനൊന്നും ഒരു കാര്യമില്ല, മാർക്ക് വീഴില്ല. ഇൻസ്റ്റഡ് യു മസ്റ്റ് യൂസ് 3 ലെയേഴ്സ്. വീണ്ടും ആ 3 ലെയർ എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കുക. എങ്ങനെയാണ്? 1, ക്ലോസ് റീഡിങ്. ക്ലോസ് റീഡിങ് മീൻസ് സൂം ഇൻ ടു ദ ലാംഗ്വേജ്. ആ എഴുതിയിരിക്കുന്ന കവിത ഏത് ടെക്സ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്, അതിന്റെ ഭാഷയെ കുറിച്ച് നിങ്ങൾ വ്യക്തമായി എഴുതുക. ഫോർ എക്സാമ്പിൾ, ഇൻ ദ ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് റൂഫ്രോക്ക്, അതിലെ ഡു ഐ ഡെയർ റെപ്പറ്റീഷനെ കുറിച്ചും പാരാലിസിനെ കുറിച്ചും പറയുക. ഫ്രാഗ്മെന്ററി ഇമേജറി വഴി ഫ്രാക്ചേർഡ് കോൺഷ്യസ്നെസ്സിനെ എങ്ങനെയാണ് കാണിക്കുന്നത് സംസാരിക്കുക.
അതുപോലെ തന്നെ അർബൻ ലാൻഡ്സ്കേപ്പിലൂടെ സ്പിരിച്വൽ സ്റ്റെറിലിറ്റി എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുക. മറിച്ച് നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? ഓൾറെഡി ഞാൻ ഈ പറഞ്ഞ 3 ലെയർ, ആഫ്റ്റർ എക്സ്പ്ലെയിനിങ് ഫെമിനിസം എന്താണെന്ന് പറഞ്ഞതിന് ശേഷം ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ എങ്ങനെ അമ്മുവിന്റെ സെക്ഷുവാലിറ്റി പേട്രിയാർക്കിയെ ഡിസ്ട്രക്ട് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് കൊണ്ടുവരാം. അതോടൊപ്പം തന്നെ ദാറ്റ് ലോങ് സൈലൻസ് എങ്ങനെ എന്താ പറയുക ഇന്റേണലൈസ്ഡ് പേട്രിയാർക്കിയുടെ ഭാഗമാവുന്നത് സംസാരിക്കാം. അതോടൊപ്പം തന്നെ ദളിത് ഫെമിനിസം അതിനെ കണക്ട് ചെയ്യാം ത്രൂ BR അംബേദ്കേഴ്സ് ക്രിട്ടിക് ഓഫ് ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിയെ കുറിച്ചുള്ള അംബേദ്കറിന്റെ വിമർശനങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ആ ചോദ്യത്തിന് അപ്പുറത്തേക്ക് പോയി ഒരു ലാർജർ ഡിസ്കോഴ്സിലേക്ക് വർക്കിനെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നിടത്താണ് നിങ്ങൾക്ക് മാർക്ക് വീഴുന്നത്. സോ നൗ യു ആർ ഡൂയിങ്. ഇത്രയും ചെയ്യുമ്പോൾ ടെക്സ്റ്റായി, തിയറിയായി, സോഷ്യൽ ഹിസ്റ്ററിയായി. ദാറ്റ് ഇസ് 40% ഓഫ് യുവർ വർക്ക്. അതായത് നിങ്ങൾക്ക് ലഭിക്കേണ്ട മാർക്ക്, അതായത് നിങ്ങൾക്ക് അറിയാലോ ഒരു എത്ര ചോദ്യം എഴുതിയാൽ നിങ്ങൾക്ക് 100% മാർക്ക് ലഭിക്കും എന്നുള്ളത് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ 40% മാർക്ക് ഉറപ്പായിട്ട് 100% വീഴും. ഓക്കെ, എന്തുകൊണ്ട് ഞാൻ 40 എന്ന് പറഞ്ഞു? ബിക്കോസ് പ്രശ്നം എന്തുകൊണ്ട് 40% മാർക്കും അങ്ങനെ വീഴുമെന്ന് ഞാൻ പറയാൻ കാരണം എന്താണ്? ബിക്കോസ് എനിവൺ ക്യാൻ എക്സ്പ്ലെയിൻ ഡെറിഡ. ആർക്കും ഡെറിഡ എക്സ്പ്ലെയിൻ ചെയ്യാം. only few can show how deconstruction works inside a novel. ഒരു നോവലിനകത്ത് എങ്ങനെയാണ് ഡീകൺസ്ട്രക്ഷൻ സംഭവിക്കുന്നതെന്ന് കുറച്ചു പേർക്കേ പറയാൻ പറ്റും. അതുപോലെ ആർക്കും മാർക്സിസം ഡിഫൈൻ ചെയ്യാം. ഫ്യൂ ക്യാൻ ഷോ ക്ലാസ് ആങ്സൈറ്റി. ഡിക്കൻസിൽ അതെങ്ങനെയാണ് ഈ ക്ലാസ് ആങ്സൈറ്റി വർക്ക് ചെയ്യുന്നത് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ആർക്കും ഫെമിനിസം ഡിഫൈൻ ചെയ്യാം. ചിലർക്ക് മാത്രമേ ജെൻഡേർഡ് നറേറ്റീവ് സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു തരാൻ സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമുല ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ ഫോളോ ചെയ്യും. സോ ആപ്ലിക്കേഷൻ സെപ്പറേറ്റ് നെറ്റ് ക്വാളിഫൈഡ് ഫ്രം അസിസ്റ്റന്റ് പ്രൊഫസർ മെറ്റീരിയൽ. ഇത് ഓർത്തു വെക്ക്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലെവൽ എത്രത്തോളം ഉണ്ടോ അതിനെയാണ്, ആ ഒരു സ്കില്ലാണ് ഒരു നെറ്റ് ക്വാളിഫൈഡ് ഒരാളെ അസിസ്റ്റന്റ് പ്രൊഫസർ മെറ്റീരിയലിൽ നിന്ന് വേർപെടുത്തുന്നത്. ഇനി ലെയർ 4, ഞാൻ 1, 2, 3 ലെയറുകളെ കുറിച്ച് പറഞ്ഞു. 3ാമത്തെ ലെയറെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. 4th ലെയർ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ സിന്തസിസ് ആണ്. നമ്മുടെ നെക്സ്റ്റ് 20% മാർക്ക് വരുന്നത് ഇവിടെയാണ്. അതായത് നമ്മൾ എങ്ങനെ അവസാനിപ്പിക്കുന്നു. ഓൾവേസ് എൻഡ് വിത്ത് ഇവാലുവേഷൻ. കൃത്യമായിട്ട് വിലയിരുത്തലിലൂടെ ആയിരിക്കണം നമ്മുടെ ഏതൊരു ഉത്തരം അവസാനിക്കേണ്ടത്. ഓക്കെ, ഓൾസോ ലിമിറ്റ്സ് ഓഫ് തിയറി, ഇത് ഉറപ്പായിട്ടും അതിൽ കടന്നു വരണം. കോൺടെമ്പററി റെലവൻസ് അതിൽ വരണം. പോസിബിൾ ഫ്യൂച്ചർ ഡിറക്ഷൻസ് ആൻഡ് നെവർ എൻഡ് അബ്രപ്റ്റ്ലി. ഒരിക്കലും പെട്ടെന്ന് കയറി അവസാനിപ്പിച്ച് കളയരുത്. ഇത് ഏറ്റവും വലിയ തെറ്റാണ് എല്ലാ കുട്ടികളും ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇന്റലക്ച്വൽ പൊസിഷനിങ്. ഹൗ ടു സൗണ്ട് ലൈക്ക് ആൻ അസിസ്റ്റന്റ് പ്രൊഫസർ. നമ്മൾ എന്തിനാണ് ഈ പരീക്ഷ ചെയ്യുന്നത്? അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു ജോലിയിലേക്ക് എത്താനായിട്ട്. അപ്പോ അങ്ങനെ വരണമെങ്കിൽ നമ്മൾ എസ് എഴുതുമ്പോൾ ചെറിയ ഒരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം. ഓതർ ട്രൈസ് ടു സേ ദിസ് ഷോസ് ദാറ്റ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂൾ ലെവൽ കമന്ററിയാണ്. സ്കൂൾ ലെവൽ. മറിച്ച് ഫോർ എക്സാമ്പിൾ നോക്കി, ഇൻസ്റ്റഡ് യൂസ് ദ ടെക്സ്റ്റ് നെഗോഷിയേറ്റ്സ്, ദ ഡിസ്കോഴ്സ് ഡീസ്റ്റെബിലൈസസ്, ദ നറേറ്റീവ് റീകോൺഫിഗേഴ്സ്, ദ ഐഡിയോളജിക്കൽ സ്ട്രക്ചർ എക്സ്പോസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുക. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ മാർക്കുകൾ വീഴാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. പിന്നെ ഇനി അങ്ങോട്ട് എപ്പോഴും ഒരു 1000 വേർഡ് ആൻസേഴ്സ് ആഴ്ചയിൽ ഒരിക്കൽ 1000 വാക്കുകൾ എഴുതുന്ന ഉത്തരങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. ടൈംഡ് ആൻഡ് സെൽഫ് ഇവാലുവേറ്റഡ്. സമയം നോക്കി നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്യാവുന്ന കാര്യമാണ്. ഇത്ര ടൈം വെച്ചിട്ട് ഇത്ര വാക്കുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ PSC ഡസ് നോട്ട് റിവാർഡ് മെമ്മറി. ഇത് എല്ലാ ക്ലാസ്സുകളിലും ഞാൻ പറയാറുള്ളതാണ്. നിങ്ങളുടെ ഓർമ്മശക്തി അല്ല ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇറ്റ് റിവാർഡ്സ് ഇന്റലക്ച്വൽ ഓർഗനൈസേഷൻ. യുവർ ഗോൾ ഇസ് നോട്ട് ടു റൈറ്റ് മോർ. ഒരുപാട് എഴുതുക എന്നുള്ളതല്ല, ടു റൈറ്റ് ഷാർപ്പർ. വ്യക്തമായിട്ട് സ്പെസിഫിക് ആയിട്ട് എഴുതുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, സോ അതോടൊപ്പം ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ പൾപിറ്റിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇംഗ്ലീഷ് ബാച്ച് 2 ഇപ്പോൾ ഓപ്പൺ ആണ്. ഒരുപാട് ഏർലി ബേർഡ് ഓഫേഴ്സ് ഉണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ്സ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മുടെ കോഴ്സിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇനി അങ്ങോട്ട് പരീക്ഷ വരെ നിങ്ങൾക്ക് 2000-ഓളം വരുന്ന ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സിന്റെ കറക്ഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് നിങ്ങൾ ഒരാൾ ഇവിടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നു, നിങ്ങൾ 2000 ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് നിങ്ങളെ കൊണ്ട് അറ്റംപ്റ്റ് ചെയ്യും. നിങ്ങൾ എഴുതുന്ന ഉത്തരങ്ങൾ കൃത്യമായിട്ട് അതിനകത്തുള്ള എല്ലാ എറേഴ്സും വ്യക്തമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു തരും. അത് എല്ലാ എറേഴ്സ്, ഗ്രാമാറ്റിക്കൽ ആയിട്ടോട്ടെ, ലോജിക്കൽ ആയിട്ടോട്ടെ, ഫാക്ച്വൽ എറേഴ്സ് ആയിക്കോട്ടെ, എല്ലാം വ്യക്തമായിട്ട് ഒരാൾ ഇരുന്ന് അത് തിരുത്തി നിങ്ങൾക്ക് തിരിച്ചു തരും. അതാണ് മറ്റെവിടത്തേക്കാൾ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ആഴ്ചയിൽ 3 ലൈവ് ഡിസ്കഷൻ സെഷൻസ് ഉണ്ട്. ഇപ്പോൾ
ഇപ്പൊ ഞാനിവിടെ ഈ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെയിൻലി നിങ്ങൾ ഇന്ന വാക്കുകൾക്ക് പകരം ഇന്ന വാക്കുകൾ ഉപയോഗിക്കണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഓരോ വർക്കുകൾക്കും നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് മിൽട്ടൺ വരുമ്പോൾ നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ എഴുതേണ്ട വാക്കുകൾ എന്താണ്, മിൽട്ടനുമായി വരേണ്ട വാക്കുകൾ എന്തൊക്കെയാണ്. അല്ലെങ്കിൽ ഒരു ഡ്രാമയാണെങ്കിൽ ആ ഡ്രാമയുമായി ബന്ധപ്പെട്ട് ടോപ്പിക് സെന്റൻസുകൾ എങ്ങനെ എഴുതണം. അതുപോലെ തന്നെ ഓപ്പണിങ്ങിൽ, അതായത് ഇൻട്രൊഡക്ഷനിൽ വരേണ്ട വേർബ്സ് എന്തൊക്കെയാണ്, ബോഡി പാരഗ്രാഫിൽ വരേണ്ട ലിങ്കിങ് വേർബ്സ് എന്തൊക്കെയാണ്, കൺക്ലൂഷനിൽ വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അങ്ങനെ ഓരോ വാക്കുകളുമായി ബന്ധപ്പെട്ട, ഓരോ വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും പറഞ്ഞു തരുന്നുള്ളൂ. അങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ ഞാൻ ജനറൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. സോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ താഴെ നമ്പർ ഉണ്ട്. ആ നമ്പറിൽ ഇത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ്സ് ബുക്ക് ചെയ്യുക. മാത്രമല്ല ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്ക്. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കുന്നതാണ്. സോ ഇനിയും നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.